അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമ്മൾ നിരാശയുടെ വാക്കുകൾ പറഞ്ഞു പോകും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ സംഭവിച്ച ചില അബദ്ധങ്ങളിലൊക്കെ നമ്മളിങ്ങനെ അതിനെങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്താലേ സംഭവിക്കുമായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്തെങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും നമ്മൾ പലപ്പോഴും. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, അങ്ങനെ നിങ്ങൾ പറയരുത്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ വകദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകും, അങ്ങനെ നിങ്ങൾ പറയരുത്. മറിച്ച് നിങ്ങൾ എന്ത് പറയണം? ഖദ്ദർ അല്ലാഹു മാ ശാഅ ഫഅൽ, അള്ളാഹു ഖദറാക്കി, അള്ളാഹുവിൻ്റെ വിധി അവൻ ഉദ്ദേശിച്ചത് ചെയ്തു എന്നാണ്. ഖദ്ദർ അല്ലാഹു മാ ശാഅ ഫഅൽ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഈ ലൗ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ളത് അത് ശൈത്താൻ്റെ വാതിലാണ്. അവൻ അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ല, എപ്പോഴും നിരാശ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയരുത് എന്ന് വളരെ വലിയൊരു കാര്യമാണ്, ഉപദേശമാണ്. പലപ്പോഴും പല തകർച്ചകൾക്കും മാനസികമായൊക്കെ തകരാൻ തന്നെ കാരണം ഇതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.